ഹായ് ഹലോ എല്ലാവർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ബാഗുകളുടെ ഹാൻഡ് ബാഗുകളുടെ ഒക്കെ അതുപോലെ ലഗേജ് ബാഗിൻ്റെ ഒക്കെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. ആമസോണിൽ സെപ്റ്റംബർ 23 മുതൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ നടക്കുകയാണ്. ആ ഒരു സമയത്ത് 50 to 80% ഡിസ്കൗണ്ടിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം ആമസോൺ ലിങ്കും മൈ ഹോൾ സ്റ്റോറിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. 1500-ലധികം ബ്രാൻഡുകൾക്ക് നമുക്ക് ഇതേപോലെ ഡിസ്കൗണ്ടിൽ ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇന്ന് കാണിക്കുന്ന പ്രോഡക്റ്റുകളിലെല്ലാം ആമസോൺ ലിങ്കും മൈ ഹോൾ സ്റ്റോറിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ നമ്മൾ ബാഗ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ത് പർപ്പസിനായിട്ടാണ്, എന്ത് യൂസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വാങ്ങിക്കുന്നതെന്ന് നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. കോളേജിലേക്കും ഓഫീസിലേക്കും ഒക്കെ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല ഈട് നിൽക്കുന്ന മെറ്റീരിയലുള്ള ബാഗുകളാണ് ലാസ്റ്റ് ചെയ്യാനായിട്ട് നല്ലത്. ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല ഫയൽസും അതേപോലെ ചെറിയൊരു ലാപ്ടോപ്പ് ആണെങ്കിൽ വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് വയ്ക്കാവുന്ന അത്രയും വലിപ്പം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല വലിപ്പമുള്ള രീതിയിലുള്ള ബാഗ് തന്നെയാണ് കേട്ടോ. ചോറ്റുപാത്രവും കുടയും എല്ലാം കൊള്ളുന്ന രീതിയിലുള്ള ഒരു ബാഗാണ്. ഇത് ക്യാൻവാസ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ഫ്ലോറൽ പ്രിൻ്റാണ്. ഇതിന് തന്നെ പല പല പ്രിൻറ്റുകളും നല്ല നല്ല പ്രിൻറ്റുകളൊക്കെ അവൈലബിൾ ആണ്. എനിക്ക് ഫ്ലോറലിനോടൊരു ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചതാണ് കേട്ടോ. ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 400 രൂപ റേഞ്ചാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് സിബ് കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ പൈസയൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പേഴ്സ് പോലെ അതിൻ്റെ ഉള്ളിലും കൊടുത്തിട്ടുണ്ട്. ഇത് ടോട്ട് ബാഗ് കാറ്റഗറിയിലാണ് വരുന്നത്. ഈ ടോട്ട് ബാഗുകളുടെ പ്രത്യേകത അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന നല്ല വലിപ്പമുള്ള ബാഗുകളായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ബാഗുകളാണ് ആവശ്യമെങ്കിൽ അതനുസരിച്ചുള്ള കാറ്റഗറിയിൽ തന്നെ നമ്മുടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഐറ്റംസ് ഇതേപോലത്തെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തത് നമ്മുടെ അമ്മമാർക്കൊക്കെ പറ്റിയിട്ടുള്ള അധികം വലിപ്പമില്ലാത്ത ബാഗുകളാണ് ഇത് ഈ ഒരു മോഡലിൽ വരുന്നത്. ഇത് സ്ലിംഗ് ബാഗ് കാറ്റഗറിയിലാണ് വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി മെറ്റീരിയലും കാര്യങ്ങളും അതേപോലെ തന്നെ സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ലോങ് ആയിട്ടുള്ള സ്ട്രാപ്പ് ഉണ്ടാകും. അത് അഡ്ജസ്റ്റബിൾ ആയിരിക്കും. ഇതിൻ്റെ അകത്തും ഈ പറയുന്ന പോലെ നമുക്ക് പുറത്താണെങ്കിലും ബാക്ക് സൈഡിൽ ഒരു പേഴ്സ് പോലെ വരുന്നുണ്ട്. നമുക്കൊരു ഇവിടെ സിബ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കാനായിട്ടും അത് നമുക്ക് യാത്രയുടെ സമയത്തൊക്കെ ആണെങ്കിൽ എടുക്കാനായിട്ടും സൗകര്യമായിരിക്കും. കണ്ടോ ഈ ഒരു രീതിയിൽ. അതേപോലെ അകത്താണെങ്കിലും നമുക്ക് പൈസയൊക്കെ എടുത്ത് ഇട്ട് വയ്ക്കാനും കാര്യങ്ങൾക്കുള്ള ഒരു അളവ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറൊരെണ്ണം അത് ഓപ്പൺ ആയിട്ടുള്ളതാണ്. അവിടെ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള പേപ്പേഴ്സ് കാര്യങ്ങൾ എടുത്ത് വെക്കാവുന്നതാണ്. ക്വാളിറ്റിയുള്ള ലെതർ മെറ്റീരിയലാണ് കേട്ടോ ഈ ബാഗിൻ്റെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 500 രൂപ ആണ് കേട്ടോ. ഇത് സൈഗ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ചെറിയൊരു പേഴ്സാണ്. ഇതൊരു വാലറ്റ് പേഴ്സാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വെക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അത്യാവശ്യം പൈസയും ഒക്കെ വെക്കാവുന്ന രീതിയിലുള്ളതാണ്. അതേണ്ട കാർഡൊക്കെ വെക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നമുക്ക് കാർഡ്, ID പ്രൂഫ് ഇതെല്ലാം നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഈ ഒരു കിഡിലൻ ഐറ്റം മതി. 200 രൂപ റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ. അഫോർഡബിൾ പ്രൈസ് കാര്യങ്ങളാണല്ലേ. ഇത് ഓക്സിഡേഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സിബാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല മെറ്റീരിയൽ കാര്യങ്ങളാണ്. ഇതിൻ്റെ തന്നെ ഇതിപ്പോൾ ഒരു ഗ്രീൻ ഷെയ്ഡാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഒരു മിലിറ്ററി ഗ്രീൻ എന്ന് പറയാം. ഇതിൻ്റെ തന്നെ 4 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ കാണിച്ച ബാഗുകളുടെ ആണെങ്കിലും ഒക്കെ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. കളേഴ്സ്, പ്രിൻറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഇതൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്നൊരു കുഞ്ഞി പേഴ്സാണ്. ഇത് വാസ്ട്രൂഫ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ബാഗാണ് കേട്ടോ. ഇതൊരു ട്രാവൽ ബാഗ് എന്ന് പറയാം. ഇപ്പോൾ യാത്രയ്ക്കൊക്കെ ഒരു 1 ഡേ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ആവശ്യത്തിന് ഡ്രസ്സിൽ കാര്യങ്ങളൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്നാൽ ഒക്കെ ആവശ്യത്തിനൊന്നും എടുത്തു വെക്കാതെ പലപ്പോഴും നമ്മൾ അബദ്ധത്തിൽ പെടാറുണ്ട്. വീട്ടിൽ വേണ്ട ഡ്രസ്സ് ഇരുന്നാലും നമ്മുടെ കയ്യിലില്ലെങ്കിൽ കാര്യം നടക്കില്ല. ഈ ഒരു ലഗേജ് ബാഗിന് നമുക്ക് ഇതിനേക്കാളും വലിപ്പം കൂട്ടാനും സാധിക്കും. ഇവിടെ ഒരു സിബ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ചെറിയ ചെറിയ സിബുകൾ ഈ ഒരു ബാഗിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെയും ഒരു സിബ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനും ഒക്കെ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് നനഞ്ഞ ഡ്രസ്സാണെങ്കിലും എടുത്ത് വയ്ക്കുന്നതിൽ കുഴപ്പമില്ല. ബാഗ് ചീത്താകത്തില്ല എന്നുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിയിരിക്കുന്ന പർപ്പിൾ ഷെയ്ഡാണ്. അടിപൊളിയാണ്. ലഗേജ് ബാഗിൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ്
ഈ ടൈപ്പ് ബാഗുകൾ കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു ബാഗാണ്. ഇപ്പോൾ ഫുൾ ഫാമിലിയുടെയൊക്കെ ഡ്രസ്സുകളൊക്കെ എടുത്ത് വയ്ക്കാനും നമുക്ക് ഒരു 2 ദിവസം കൂടുതലൊക്കെ ഒരു യാത്രയുണ്ടെങ്കിൽ പോലും അത് എല്ലാം നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു ബാഗാണ് ഈ ഒരു ബാഗ്. അരിസ്റ്റോക്രാറ്റ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 700 രൂപ റേഞ്ചിലാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ച ഐറ്റംസിൻ്റെ എല്ലാം ആമസോൺ ലിങ്കും മൈ ഹോൾസ്റ്ററിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും പർച്ചേസ് ചെയ്യാനും പറ്റും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നൂടി സെലക്ട് ചെയ്യുക. താങ്ക് യു ഓൾ.